നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേയുള്ളൂ. വലിയ പ്രതീക്ഷയിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ സൂചനകൾ BJPയുടെയും NDAയുടെയും വമ്പിച്ച വിജയം തന്നെയാണ് പ്രവചിക്കുന്നത്. പ്രതീക്ഷിച്ച പോലെ രാജ്യത്തൊരിക്കൽ കൂടി മോദി അധികാരത്തിൽ തുടരുമെന്നുള്ള വിവരം തന്നെയാണ് എക്സിറ്റ് പോൾ നൽകിയത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, സാധാരണ എക്സിറ്റ് പോൾ വരുമ്പോൾ എല്ലാ എക്സിറ്റ് പോളുകളും അല്ലെങ്കിൽ എല്ലാ ഏജൻസികൾ നടത്തുന്ന പ്രവചനങ്ങളും ഒരേ തരത്തിൽ വരാൻ സാധ്യതയില്ല. ചിലതൊക്കെ നേർ വിപരീതമായി വരാറുണ്ട്. മുൻകാലങ്ങളിൽ ഇപ്പോൾ BJPക്ക് വിജയം 2-3 ഏജൻസികൾ പ്രവചിക്കുമ്പോൾ മറ്റു ചില ഏജൻസികൾ അത് പ്രതിപക്ഷത്തിൻ്റെ വിജയം പ്രവചിക്കാറുണ്ട്. എന്നാൽ ഇക്കുറി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യം, 12 ഏജൻസികളാണ് ഫലം പ്രവചിച്ചത്. ആ 12 ഏജൻസികളും ഒരേ തരത്തിൽ തന്നെയാണ് ഫലം പറയുന്നത്. അതിൽ സീറ്റുകളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ട് എന്ന് മാത്രം. എല്ലാ കാലത്തും BJP വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച ദൈനിക് ജാഗരൺ എന്ന ഏജൻസി അടക്കം നടത്തിയത് ഒരു BJPയുടെ വലിയ മുന്നേറ്റമാണ്. ഇതിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കേരളത്തെക്കുറിച്ചാണ്. തെക്കേ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ മാറ്റത്തിനുള്ള സാഹചര്യമാണിതെന്ന് എക്സിറ്റ് പോളിൻ്റെ സൂചനകൾ പറയുന്നു. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് ഏവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഫലങ്ങളാണ് 12 ഏജൻസികളും നടത്തിയിട്ടുള്ളത്. സാധ്യതയുണ്ടാവാം എന്ന് നേരത്തെയും പല എക്സിറ്റ് പോളുകളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. 1 മുതൽ 3 സീറ്റ് വരെ കേരളത്തിൽ നേടാൻ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് നേടാൻ സാധ്യതയുണ്ടെന്ന് ടൈംസ് നൗ പറയുന്നു. 1 മുതൽ 4 വരെ സീറ്റുകൾ കേരളത്തിൽ BJP നേടാൻ സാധ്യതയുണ്ടെന്ന് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നു. 1 മുതൽ 2 സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ടെന്ന് ദൈനിക് ജാഗരൺ പറയുന്നു. BJP 1 സീറ്റ് കേരളത്തിൽ നേടുമെന്ന് മറ്റെല്ലാ ഏജൻസികളുടെയും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറയും. അപ്പോൾ കേരളത്തിലെ സംബന്ധിച്ച് കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ ഞെട്ടിപ്പിച്ചതായിരുന്നു ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ. രാജ്യത്ത് BJPയുടെ ഒരു തരംഗമുണ്ടാകുമെന്നും മോദി തന്നെ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമെന്നും ഏറെക്കുറെ ഉറപ്പായിരുന്നു. രാഹുൽ ഗാന്ധിക്കും സോണിയയ്ക്കും അതുപോലെ കെജ്രിവാളിനുമൊക്കെ ഒഴിച്ച് ബാക്കി ഏകദേശം എല്ലാ ജനങ്ങളും ഇത് അംഗീകരിച്ചതാണ്. എന്നാൽ കേരളത്തിൽ BJPക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 1-2 മണ്ഡലങ്ങളിൽ, അത് തൃശ്ശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലുമൊക്കെ വേണമെങ്കിൽ പ്രതീക്ഷ പുലർത്തും. പക്ഷേ കേരളത്തിൽ 3-4 സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് BJP എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ ഞെട്ടുന്നത് ഇടതുപക്ഷമാണ്. അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഒരു എക്സിറ്റ് പോളിൽ അവർ സൂചിപ്പിക്കുന്നു കേരളത്തിൽ ഇടതുപക്ഷത്തിന് 1 സീറ്റ് പോലും ലഭിക്കില്ല എന്ന്. എനിക്ക് തോന്നുന്നു അത് ടൈംസ് നൗവിൻ്റെ ഒരു എക്സിറ്റ് പോൾ പ്രവചനമാണെന്ന് തോന്നുന്നു. അങ്ങനെ കേരളത്തിൽ നിന്നും CPM വാഷ് ഔട്ട് ആവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴുണ്ട് എന്നാണ് ഈ എക്സിറ്റ് പോളിൻ്റെ ഫലസൂചനകൾ നൽകുന്ന വിവരങ്ങൾ. അത് CPMനെ വല്ലാതെ അങ്ങ് ഞെട്ടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് എക്സിറ്റ് പോൾ സൂചനകൾ വന്നതിൻ്റെ പിറ്റേ ദിവസവും അടുത്ത ദിവസവും CPMൻ്റെ പ്രധാന നേതാക്കളാണ് എക്സിറ്റ് പോളിനെ കടന്നാക്രമിച്ചുകൊണ്ടും ഇതിനെതിരെയും വലിയ പ്രതികരണങ്ങൾ നടത്തിയത്. കഴിഞ്ഞ ദിവസം ആദ്യം ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഇടതുമുന്നണിയുടെ കൺവീനർ EP ജയരാജനാണ്. ഇത് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ദുരൂഹതയുണ്ട്, ഇത് ഇടതുപക്ഷത്തെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ന് കൂടുതൽ വിശദീകരണങ്ങളുമായി രംഗത്ത് വരുന്നു. നടൻ സുരേഷ് ഗോപിക്ക് സിനിമാഭിനയം തന്നെയാണ് നല്ലത്, ഒരിക്കലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കില്ല. എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നിൽ ഗുരുതരമായ ഗൂഢാലോചനയുണ്ട്. CPMനെ ഇകഴ്ത്തിക്കെട്ടാൻ വേണ്ടിയാണ് ഇത്തരമൊരു എക്സിറ്റ് പോൾ ഫലസൂചനകൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ EP ജയരാജൻ എത്തിയിരിക്കുന്നത്. ഏതു സാഹചര്യത്തിൽ ഇതുണ്ടാകുന്നു എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വടകരയിൽ താൻ ജയിക്കുമെന്ന് KK ശൈലജ പറയുന്നു. വടകരയിൽ തോൽക്കണമെങ്കിൽ വലിയ തരത്തിലുള്ള അട്ടിമറി ഉണ്ടാകണം. അത്തരമൊരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുമെന്നും KK ശൈലജ വ്യക്തമാക്കി. വടകരയിലും CPMന് സീറ്റ് നഷ്ടമാകും തന്നെയാണ് എക്സിറ്റ് പോൾ ഫലസൂചനകൾ നൽകുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി മുഹമ്മദ് റിയാസ് തുടങ്ങിയവരെല്ലാം തന്നെ എക്സിറ്റ് പോളിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. BJP 2 ദിവസം വിജയിച്ച് നിൽക്കട്ടെ,
തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാകുമെന്നായിരുന്നു മുഹമ്മദ് റിയാസിൻ്റെ പ്രതികരണം. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അല്ലെങ്കിൽ ഒരു പ്രതിഷേധമാണ് ഈ എക്സിറ്റ് പോളിനെതിരെ CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം CPM ഒരിക്കലും ഇത്തരമൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നില്ല. CPM-നെ സംബന്ധിച്ച് ഇത് ആത്മഹത്യാപരമാണ്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ CPM പറയുന്നത് 12-14 സീറ്റ് ഇവിടെ ലഭിക്കുമെന്നാണ്. പക്ഷേ CPM-ന് പ്രതീക്ഷിക്കുന്ന സീറ്റ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തതിന് സമാനമായ ഒരു സീറ്റിൽ ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ CPM-നെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരിക്കും. പിണറായി ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്തായി ഇതിനെ ജനങ്ങൾ വിലയിരുത്തും, പ്രതിപക്ഷം വിലയിരുത്തും. ഇതൊക്കെ സംഭവിക്കും. അത് ഒരിക്കലും അംഗീകരിക്കാൻ CPM-ന് കഴിയില്ല. അതുകൊണ്ടാണ് അവർ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ അങ്ങ് പൂർണ്ണമായും തള്ളിക്കളയുന്നത്. നാളെ വരെയെങ്കിലും ഒന്ന് ആശ്വസിക്കാമല്ലോ എന്ന് കരുതി. അതേസമയം കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ നിന്നും വലിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. മുരളീധരൻ മാത്രമാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് ഇതിനെ തള്ളിക്കളഞ്ഞത്. പിന്നീട് ശശി തരൂരും ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. എന്തായാലും ആ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കുമെന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം കേരളത്തിലും തെക്കേ ഇന്ത്യയിലും BJPക്ക് അനുകൂലമായ വലിയൊരു വികാരം രൂപപ്പെട്ടു എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോളുകൾ നൽകുന്ന പ്രധാനപ്പെട്ട സൂചനകൾ. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ നിരന്തരമായുള്ള സന്ദർശനവും പ്രചരണവും. 6ലധികം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ മാത്രം പ്രചരണത്തിനെത്തിയത്. റോഡ് ഷോകൾ നടത്തി, വലിയ റാലികളെ അഭിസംബോധന ചെയ്തു, പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു, വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ സംസാരിച്ചു, പ്രതിപക്ഷത്തിനെതിരെ ഒക്കെ വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിച്ചു. അങ്ങനെ കേരളത്തിൽ എത്ര തവണ വന്നോ അതിനേക്കാൾ കൂടുതൽ തമിഴ്നാട്ടിലെത്തി, തമിഴ്നാട്ടിൽ വന്നതിനേക്കാൾ കൂടുതൽ തെലങ്കാനയിൽ പോയി. അങ്ങനെ തെക്കേ ഇന്ത്യയിൽ ഒന്നാകെ ഒരു മോദിയുടെ ഒരു വലിയ മിഷൻ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. ആ മിഷനെ തള്ളിക്കളഞ്ഞു ജനങ്ങളെന്നായിരുന്നു പ്രതിപക്ഷം പറഞ്ഞത്. എന്നാൽ ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ സൂചനകൾ നൽകുന്നത് നരേന്ദ്രമോദി കഷ്ടപ്പെട്ട് നടത്തിയ ആ പ്രയത്നത്തിന് ഫലം കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ കൂടി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ മേഖലകളിലൊക്കെ തന്നെ BJPക്ക് വലിയ സ്വാധീനമുണ്ടാകും. അതിന് തുടക്കമിട്ട് കഴിഞ്ഞു, അടിത്തറയിട്ട് കഴിഞ്ഞു നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതാണ് CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെ ആശങ്കപ്പെടുത്തുന്നത്. കേരളത്തിൽ BJP വളർന്നു വരിക എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് അവരുടെ അന്ത്യം കുറിക്കുന്ന ഒരു സാഹചര്യമാകും. കാരണം കേരളത്തിൽ BJP 2-3 സീറ്റുകളിൽ വിജയിക്കുകയോ അല്ലെങ്കിൽ ഒരു സീറ്റിലെങ്കിലും വിജയിച്ച് മറ്റുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ശക്തമായ മത്സരം കാഴ്ചവെക്കുകയോ ചെയ്താൽ അവിടെ ആ നഷ്ടമുണ്ടാകുന്നത് CPM-നാണ്. ഇവിടെ രാഷ്ട്രീയ വിദഗ്ധരൊക്കെ തന്നെ വിലയിരുത്തുന്നത് ഇവിടെ CPM-ൻ്റെ വോട്ട് കുറയുകയും CPM സ്വയം നശിക്കുകയും ആ നാശത്തിലൂടെ ആ ചാരത്തിൽ നിന്ന് BJP വളരുകയും ചെയ്യുന്ന രാഷ്ട്രീയ അവസ്ഥ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എന്നത് സംബന്ധിച്ച് CPM-ൻ്റെ ശവക്കുഴി തോണ്ടുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാകും. CPM ഇപ്പോൾ അവശേഷിക്കുന്ന കേരളത്തിലാണെങ്കിൽ ആ കേരളത്തിൽ നിന്ന് കൂടി ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് CPM പോവുകയാണ്. ഇതാണ് ആ CPM എന്ന പാർട്ടിയെ ഭയപ്പെടുത്തുന്നത്. ഈ ഭയപ്പാടിലാണ് നേതാക്കൾ ഹാലിളകി ഓരോന്ന് വിളിച്ചു പറയുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. എക്സിറ്റ് പോളുകൾ ശരിയാണോ തെറ്റാണോ എന്ന് ഉറ്റുനോക്കുകയാണ്. രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ആർക്കും തന്നെ ആശങ്കയില്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്ന് കണ്ടറിയുക എന്നുള്ളതാണ് ഇനിയുള്ള ഫലത്തിലേക്കുള്ള പ്രധാനപ്പെട്ട കാത്തിരിപ്പ്.